അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം 23-ാം വാക്യം നമുക്ക് വായിക്കാം. എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ജോസഫിനെ ഓർക്കാതെ മറന്നു കളഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. യാക്കോബിൻ്റെ വാർദ്ധക്യത്തിലെ മകനായ ജോസഫിനെ പൊട്ടക്കുഴിയിൽ ഇട്ടു. അവിടെ നിന്നും 20 വെള്ളിക്കാശിന് ഇസ്മായേലിയർക്ക് വിറ്റു. ഇസ്മായേലിയർ അവനെ നല്ല വിലയ്ക്ക് പോത്തിഫേറിനെ വിറ്റു. അടിമയായാണ് ജോസഫ് പോത്തിഫേറിൻ്റെ ഭവനത്തിലെത്തിയതെങ്കിലും ദൈവം അവനെ ആ ഭവനത്തിൻ്റെ അധികാരിയാക്കി വെച്ചു. അവിടെ അവൻ വിശ്വസ്തയോടും സന്തോഷത്തോടും ജീവിക്കുമ്പോൾ ആണ് പോത്തിഫേറിൻ്റെ ഭാര്യയിൽ കൂടി തൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം നേരിട്ടത്. യഹോവയായ ദൈവം ജോസഫിൽ നിന്നും വിട്ടുപോകുവാൻ തക്ക ഉപായമായിരുന്നു അവനെതിരെ പോത്തിഫേറിൻ്റെ ഭാര്യ നടത്തിയത്. ഇതിൽ ജോസഫ് വിജയിച്ചു. പാപത്തിന് താൻ തന്നെ ഏൽപ്പിക്കാതെ ദൈവത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. 2 യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെയും യഹൂദന്മാരെയും നമ്മെയും പഠിപ്പിച്ചു. നമുക്ക് ദൈവത്തെയും പാപത്തെയും ഒരുമിച്ച് സ്നേഹിക്കുവാൻ കഴിയുകയില്ല. ജോസഫിന് അക്കാര്യം നന്നായി അറിയാമായിരുന്നു. തന്നെയുമല്ല, ജോസഫ് പാപത്തെ വെറുത്തിരുന്നു. ദൈവത്തെ നന്നായി അറിയുന്നവനും ദൈവത്തെ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് സ്നേഹിക്കുന്നവനുമായിരുന്നു ജോസഫ്. പാപത്തെ വെറുക്കുവാൻ തക്കവണ്ണം നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? പക, പിണക്കം എന്നിവ നമുക്കുണ്ടോ? ബൈബിൾ വായിക്കുവാനും ബൈബിൾ അനുസരിക്കുവാനും പ്രാർത്ഥിക്കുവാനും സമയം കണ്ടെത്താതെ വണ്ണം നാം തിരക്കിൽ ആകുന്നുവോ? നമുക്ക് വേണ്ടി സ്വന്തം പ്രാണൻ വെച്ചു തന്ന യേശുവിന് വേണ്ടി സമയം മാറ്റിവെക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇന്ന് കണ്ട് നാളെ പിണങ്ങുവാൻ സാധ്യതയുള്ള സ്നേഹിതർക്ക് സമയം മാറ്റിവെച്ചാലും യേശുവിന് വേണ്ടി സമയം മാറ്റിവെക്കുവാൻ കഴിയുന്നില്ലയോ? ഓർക്കുക, അങ്ങനെയാണെങ്കിൽ നാം യേശുവിനേക്കാൾ മറ്റുള്ളവർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു പ്രതിസന്ധി നമുക്കുണ്ടാകുമ്പോൾ, ഉറ്റവരും ഉടയവരും നമ്മെ കൈവിടുമ്പോൾ, സ്നേഹിതരെന്ന് ചിന്തിക്കുന്ന പലരും നമ്മെ വിട്ട് മാറി കടന്നു പോകുമ്പോൾ, നമ്മുടെ നിലവിളി ശബ്ദം കേട്ട് ഓടി വന്ന് അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് എന്ന് നാം ഓർക്കണം. യേശുവുമായി ഉറ്റ സ്നേഹബന്ധമുണ്ടെങ്കിൽ ജോസഫെ, പോത്തിഫറിൻ്റെ ഭാര്യ നിമിത്തം നീ അടികൊള്ളേണ്ടി വന്നാലും നീ ഒറ്റയ്ക്കല്ല. യഹോവയായ ദൈവം നിന്നോട് കൂടെയുണ്ട്. പോത്തിഫർ അവനെ പിടിച്ച് രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗൃഹത്തിലാക്കിയെന്ന് ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 20-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗൃഹം എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നു, രാജ്യത്തിലെ ഏറ്റവും വലിയതും ക്രൂര പീഡനങ്ങൾ നടക്കുന്നതുമായ ജയിൽ ആകുവാനാണ് സാധ്യത. കൊടും കുറ്റവാളികളെ സ്ഥിരമായി പാർപ്പിക്കുവാനുള്ള ജയിലായിരിക്കാം അത്. എന്നാൽ യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുക കൊണ്ട് അവൻ്റെ കൈക്കീഴുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല എന്ന് ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 23-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വ്യത്യസ്ത ദർശനങ്ങൾ കണ്ട 2 ജയിൽ പുള്ളികൾ ആ ജയിലിൽ ഉണ്ടായിരുന്നു. ഒന്ന് രാജാവിൻ്റെ പാനപാത്രവാഹകനും രണ്ടാമത്തവൻ രാജാവിൻ്റെ അപ്പക്കാരുടെ പ്രമാണിയുമായിരുന്നു. ഇതിനെക്കുറിച്ചെല്ലാം ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ 2 പേരും വ്യത്യസ്ത സ്വപ്നം കണ്ടു. 2 പേരുടെ സ്വപ്നങ്ങൾ ജോസഫ് അർത്ഥം പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ സംഭവിച്ചു. അപ്പക്കാരുടെ പ്രമാണിയെ തൂക്കിക്കൊല്ലുമെന്ന് ജോസഫ് അർത്ഥം പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പാനപാത്രവാഹകന്മാരുടെ പ്രമാണിക്ക് വീണ്ടും ജോലി ലഭിക്കുമെന്ന് ജോസഫ് അർത്ഥം പറഞ്ഞ് കൊടുത്തു. ജോസഫ് പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയോട് ഇപ്രകാരം അപേക്ഷിച്ചു: നിന്നെ രാജാവ് വീണ്ടും പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയായി ജോലിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. വളരെ സങ്കടത്തോടെയാണ് ജോസഫ് ഇത് പറഞ്ഞത്. എന്നിട്ടും പാനപാത്രവാഹകന് ജോലി തിരികെ ലഭിച്ചപ്പോൾ ജോസഫിനെ അവൻ ഓർത്തില്ല. ചിലപ്പോൾ ചില വ്യക്തികൾ നമ്മെ മറക്കുന്നതും ചില വ്യക്തികൾ നമ്മെ വിട്ടു പോകുന്നതും കാണുമ്പോൾ നമുക്ക് സങ്കടവും നിരാശയും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. നമ്മെ മറക്കുകയും നമ്മെ വിട്ടു പോകുവാൻ ബന്ധപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളെക്കാൾ നാം ദൈവമുഖം കാണുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ
ആരെല്ലാം മറന്നാലും ആരെല്ലാം ഓർത്തില്ലെങ്കിലും ആരെല്ലാം നമ്മെ വിട്ട് കടന്നു പോയാലും നമുക്ക് വേദന ഉണ്ടാകുമെങ്കിലും നിരാശയുണ്ടാവുകയില്ല. കാരണം കഷ്ടകാലത്ത് നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് എന്നത് തന്നെയാണ് അതിന് കാരണം. ജോസഫ് ദൈവമുഖം അന്വേഷിക്കുന്നവനായിരുന്നു. അതുകൊണ്ടാണ് പൊട്ടക്കുഴിയിൽ രാജാവിൻ്റെ കുണ്ടറ വരെ, പൊട്ടക്കുഴി മുതൽ രാജാവിൻ്റെ കുണ്ടറ വരെയുള്ള സ്ഥലങ്ങളിലും വഴികളിലും അവൻ നന്മ മാത്രം ചെയ്തുകൊണ്ട് തൻ്റെ സൃഷ്ടാവിനെ പ്രസാദിപ്പിച്ചു കൊണ്ടിരുന്നത്. കാൽവരി ക്രൂശിൽ കിടന്ന് മാനസാന്തരപ്പെട്ട കള്ളൻ യേശുവിനോട് ജോസഫ് പാനപാത്രവാഹകനോട് അപേക്ഷിച്ചതുപോലെ എന്നെ ഓർക്കണമേ എന്ന് അപേക്ഷിച്ചു. അതീവ വേദനയിലും വ്യസനത്തിലുമായിരുന്ന യേശു ആ പ്രാർത്ഥനയ്ക്ക് ഒരു നിമിഷം പോലും താമസിക്കാതെ ഉത്തരം കൊടുത്തു. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു എന്നായിരുന്നു ആ മറുപടി. അതെ, ഈ നല്ല ഇടയനായ യഹോവയെ ആയിരുന്നു, അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ ആയിരുന്നു ജോസഫ് തൻ്റെ സ്നേഹിതനാക്കിയിരുന്നത്. നാമും ഈ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവനെ സ്നേഹിച്ചാൽ നാം നിരാശപ്പെടേണ്ടി വരികയില്ല, ലജ്ജിക്കേണ്ടി വരികയില്ല. പ്രതിസന്ധി വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, കഷ്ടതയുടെ നാളുകളിൽ ഈ ഇടയനായ യേശുവിനെ നാം അന്വേഷിച്ച് നടന്ന് അലയേണ്ടി വരികയില്ല. അവൻ നമ്മോട് കൂടെയിരുന്ന് നമ്മെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കും. ജോസഫ് എവിടെയെല്ലാം ആയിരുന്നുവോ അവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. ജോസഫിൻ്റെ സങ്കടം കാണുവാനോ ജോസഫിനെ ഓർക്കുവാൻ പോലുമോ കഴിയാതിരുന്ന പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെ ഓർപ്പിക്കുവാൻ കഴിവില്ലാത്തവനാണ് ജോസഫ്. എങ്കിലും ജോസഫിൻ്റെ ദൈവത്തിന് അതിന് കഴിയും എന്ന് ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫറവോൻ കണ്ട ദർശനത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ട് മന്ത്രവാദികളെയും ജ്ഞാനികളെയും വരുത്തി സ്വപ്നം പറഞ്ഞിട്ടും അവർക്കാർക്കും സ്വപ്നം വിവരിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ മാത്രമാണ് പാനപാത്രവാഹകൻ ജോസഫിനെ ഓർത്തത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, വിശ്വസ്തയുടെ മാർഗത്തിൽ കൂടി ദൈവവചനമാകുന്ന ബൈബിൾ വായിക്കുകയും അത് അനുസരിക്കുകയും ചെയ്ത് ജീവിച്ചിട്ടും മറ്റുള്ളവരാൽ നീ കൈവിടപ്പെടുന്ന അവസ്ഥകളും ഉപദ്രവിക്കപ്പെടുന്ന സാഹചര്യങ്ങളും നേരിടുന്നുണ്ടോ? ഭയപ്പെടേണ്ട. ദൈവം പ്രവർത്തിക്കുന്നതുവരെയും അവനായി കാത്തിരിക്കൂ. യഹോവ നല്ലവനാണെന്ന് രുചിച്ചറിയുവാൻ അത് ഒരു അവസരമാകും നിശ്ചയം. ഇവിടെ ഫറവോൻ കണ്ട ദർശനം വിചിത്രമായ ദർശനമാണ്. മാംസപുഷ്ടിയുള്ള 7 പശുക്കൾ, മെലിഞ്ഞ 7 പശുക്കൾ. മെലിഞ്ഞ 7 പശുക്കൾ മാംസപുഷ്ടിയുള്ള പശുക്കളെ തിന്നുകളഞ്ഞു. അതുപോലെ തന്നെ 7 കതിരുകൾ, പുഷ്ടിയുള്ളതും നല്ലതുമായവ, നേർത്തതും കിഴക്കൻ കാറ്റിനാൽ കരിഞ്ഞിരിക്കുന്നതുമായ 7 കതിരുകൾ, പുഷ്ടിയുള്ളതും നല്ലതുമായ കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളുടെ ചുരുക്കമാണ് നാം കേട്ടത്. പാനപാത്രവാഹകൻ ജോസഫിനെ ഓർക്കാതിരുന്നപ്പോൾ ദൈവം ഫറവോനെ വ്യാകുലം വരുത്തിക്കൊണ്ട് ജോസഫിനെ ഓർക്കുമാറാക്കുന്നു. ഉടനെ രാജാവ് ആളയച്ച് ജോസഫിനെ വിളിപ്പിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 14 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ രാജാവ് ജോസഫിനെ വിളിപ്പിച്ചത് ജോസഫിൻ്റെ കഷ്ടത മാറ്റുവാനല്ല, രാജാവിൻ്റെ പ്രതികൂലം ജോസഫ് മാറ്റിക്കൊടുക്കുവാനാണ്. പാനപാത്രവാഹകൻ ജോസഫിനെ ഓർത്തിരുന്നെങ്കിൽ പാനപാത്രവാഹകൻ്റെ ഒരു ക്ലീനിങ് ജോലിക്കാരനായ ജോസഫ് ആയിത്തീരുമായിരുന്നു. ഇപ്പോൾ പാനപാത്രവാഹകന് ഒരു റോളും ജോസഫിനെ രക്ഷിക്കുന്നതിൽ ഇല്ല. അവൻ ജോസഫിൻ്റെ കീഴിലെ ജീവനക്കാരനാകുവാൻ പോവുകയാണ്. തന്നെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ച പോത്തിഫറിൻ്റെ ഭാര്യ പോത്തിഫർ, ഇവരെല്ലാം ജോസഫിൻ്റെ കീഴ് ജീവനക്കാരനാകുവാൻ പോവുകയാണ്. ഫറവോൻ്റെ മുൻപിൽ ഇതാ ജോസഫ് എത്തിയിരിക്കുന്നു. ഒടുവിൽ ജോസഫ് ഫറവോൻ കണ്ട ദർശനം വിവരിച്ചു കഴിഞ്ഞപ്പോൾ ജോസഫിലുണ്ടായിരുന്ന യഹോവയെ ഫറവോനും ദർശിച്ചു. ഇങ്ങനെയായിരിക്കണം ദൈവമക്കൾ. ഒരു തെറ്റും ചെയ്യാതെ ജോസഫ് ജീവിച്ചു. പാപത്തെ വെറുത്തുകൊണ്ട് തന്നെ പാപം ചെയ്യുവാൻ ലഭിച്ച അവസരത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ട യഹോവയിൽ ആശ്രയിച്ച ജോസഫ് പൊട്ടക്കിണർ മുതൽ ഫറവോൻ്റെ മുൻപിൽ നിൽക്കുന്നതുവരെയും തൻ്റെ വിശുദ്ധി സൂക്ഷിച്ചു. ജോസഫ് എവിടെയെല്ലാം ചെന്നുവോ അവിടെ ഉള്ളവർ എല്ലാവരും ജോസഫിൻ്റെ ദൈവത്തെ ജോസഫിൽ കാണുവാൻ ഇടയായി. അതുകൊണ്ട് തന്നെ ജോസഫ് ഫറവോനോട് പറഞ്ഞ സ്വപ്നത്തിൻ്റെ അർത്ഥം പോലെ തന്നെ ദൈവം മിസ്രയീമിൽ വരുത്തി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ജോസഫിൻ്റെ ദൈവമാണ് നമ്മുടെയും ദൈവം. അവനെ കാത്തിരിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ആകയാൽ ജോസഫിനെ പോലെ നമുക്കും വിശ്വസ്തരാകാം. വിശ്വസ്തയോടെ ജീവിച്ച ജോസഫിനെ ദൈവം ഫറവോൻ്റെ രണ്ടാമനായി മിസ്രയീമിൻ്റെ പ്രധാനമന്ത്രിയായി തന്നെ ഉയർത്തി. താൻ അവന് കൊടുത്ത ദർശനം വർഷങ്ങൾക്ക് ശേഷം നിറവേറ്റി കൊടുത്തു. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, നിറവേറാതിരിക്കുകയില്ല. ജോസഫിനെ ഞെരുക്കിയവർ എല്ലാവരും ജോസഫിൻ്റെ മുമ്പിൽ കുമ്പിടേണ്ടി വന്നു.
താൽക്കാലിക സന്തോഷം തരുന്ന പാപം ചെയ്തിരുന്നെങ്കിൽ ജോസഫിൻ്റെ ദർശനം സഫലമാകുമായിരുന്നില്ല. ആകയാൽ നമുക്കും താൽക്കാലിക സന്തോഷം തരുന്ന പാപത്തെ വെറുക്കാം, എല്ലാവരോടും സ്നേഹം ആചരിക്കാം, തീയതിനെ വെറുത്ത് നല്ലതിനെ പിൻപറ്റാം. കർത്താവ് അതിനെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജോസഫിനെ പോലെ കർത്താവെ അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട്, കർത്താവെ അങ്ങയെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ട ദൈവകൃപാടീനം അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് നൽകി തന്ന് സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും ദുഷ്ടൻ്റെ കെണിയിൽപ്പെടുവാൻ ഇടവരാതെ അങ്ങ് അവരെ കോട്ട കെട്ടി കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.